ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിസ്ക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു വിസ്കോ ഒരു ഫോർക്കോ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വരണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 280 ml കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത്. റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂണാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇനി ഒന്ന് കുഴച്ചിട്ട് എടുക്കണം. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ മുട്ടയിലാണ് ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. ആ മുട്ടയുടെയും പഞ്ചസാരയുടെയൊക്കെ നനവ് കൊണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനായി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റവയെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായി ആദ്യം ഒന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ആദ്യം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാണാൻ ചെറുതായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. നിർബന്ധമില്ല, താല്പര്യമുള്ളവർ ചെയ്താൽ മതിയാകും. ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. എല്ലാ സ്നാക്സും ഇട്ടതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ റവയായതുകൊണ്ട് പുറം കരിഞ്ഞിട്ട് അകം വേകില്ല. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് ഇനി കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബിസ്ക്കറ്റാണ്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ തന്നെ മതിയാകും ഇത് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാ ബിസ്ക്കറ്റും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി